സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ആത്മീയ സാന്നിധ്യം എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഈ നിമിഷവും നമുക്ക് വിശ്വസിക്കാം. കാരണം അരൂപിയിൽ ദൈവം, തിരുസഭയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അരൂപിയിൽ നമ്മളുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മളെ എല്ലാ നന്മയിലൂടെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നലെയൊക്കെയും നമ്മൾ ചിന്തിച്ചതായിരുന്നു. യോഹന്നാൻ 14 ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ അടുത്തുനിന്നും ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും. അവൻ നിങ്ങൾക്ക് ശക്തി പകരും. എന്തെല്ലാം പീഡകളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും യേശുവിനോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട്, ആത്മാർത്ഥമായ ഈശോയോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട്, എന്തെല്ലാം പീഡകളുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഈശോ തന്നെ ആവർത്തിച്ച് പറഞ്ഞാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇപ്പൊ നമ്മുടെ വിശ്വാസത്തിലും ദൈവവചനത്തിലും ദൈവസ്നേഹത്തിലും ഒക്കെ നിൽക്കുവാൻ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സ് ലോകമോഹങ്ങളിലേക്കും ലോകത്തിന്റെ ആഗ്രഹങ്ങളിലേക്കും ഒക്കെ ചാഞ്ഞിരിക്കുമ്പോൾ നമ്മളെ ദൈവവചനത്തിലേക്കും നിത്യതയിലേക്കും ദൈവസ്നേഹത്തിലേക്കും യേശുവിന്റെ മനസ്സ് അറിയുന്നത് പരിശുദ്ധാത്മാവാണ്. പൗലോസ് പറയുന്നുള്ളൂ, യേശു ക്രിസ്തുവിന്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നുവെന്ന്. അപ്പൊ യേശുവിന്റെ ഹിതം അറിഞ്ഞ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരും. അതുകൊണ്ടാണ് നമ്മൾ തിരുസഭയിൽ ആയിരിക്കുമ്പോൾ ആദ്യമായി സാക്രമെന്റ് ഓഫ് ഇനീഷ്യേഷൻ നമ്മളെപ്പോഴും പറയുന്ന മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് ആദ്യമായി നമ്മിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നത്. യേശുവിലുണ്ടായിരുന്ന അതേ ആത്മാവായ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമ്മെ ഈ ലോകത്തിൽ ദൈവവചനത്തിലും വിശുദ്ധിയിലും ദൈവകൃപയിലും യേശുവിനോടുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹത്തിലേക്കൊക്കെ നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചതാണ്, പഴയ നിയമത്തില് പ്രവാചകന്മാർ അവർ പരിശുദ്ധാത്മാവോട് സംസാരിച്ചപ്പോൾ അവർ പിതാവിന് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചായിരുന്നു. പഴയ നിയമം മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടാവും കർത്താവുമായ ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് പഴയ നിയമം മുഴുവനും. എന്നാൽ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ ആരെക്കുറിച്ചാണോ, അതായത് ഈ ദൈവസ്നേഹം നമ്മൾ മറന്നുപോയതുകൊണ്ട്, ദൈവസ്നേഹം അകന്നു പോയതുകൊണ്ട് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് വീണ്ടും നമ്മളെ ഓർപ്പിക്കാൻ, നമ്മളെ ദൈവസ്നേഹത്തേക്ക് തിരികെ കൊണ്ടുവരുവാൻ യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അപ്പസ്തോലന്മാരുടെ കൂടെ നടന്ന് മനുഷ്യരുടെ ഇടയിൽ വ്യാപരിച്ച ദൈവം യേശു ക്രിസ്തു. അവൻ അവിടെ നടക്കുക മാത്രമല്ല, കുരിശിൽ ബലിയായി നമ്മുടെ ശരീരത്തിന്റെ മേഖലയിൽ വന്ന സകല പാപങ്ങളെയും അവൻ ഏറ്റെടുത്തു. നമ്മുടെ ശരീരത്തിന്റെ ജഡികമായി നമ്മളിലുള്ള ജഡിക താല്പര്യങ്ങൾ, ജഡമോഹങ്ങൾ എന്നൊക്കെ പൗലോസ് ഗലാത്യർ 5:19 പറഞ്ഞ മേഖലയാണ്. തിന്മ അവിടെയാണ്. നമ്മുടെ ജഡമോഹങ്ങളിലാണ് തിന്മ വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ. അവിടെയാണ് നമ്മുടെ സകല ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും യേശു കാൽവരിയിൽ ഏറ്റെടുത്തു. യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്ന, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അതായത് യേശു എൻ്റെ സകല പാപങ്ങൾക്കും പരിഹാരമായി 2000 വർഷം മുമ്പ് കാൽവരിയിൽ എനിക്ക് വേണ്ടി, ഇപ്പോൾ 2025 ജീവിക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി 2000 ആണ്ട് മുമ്പ് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അവൻ കുരിശെടുത്തതും കുരിശിൽ മരിച്ചതും സകല മനുഷ്യർക്കും വേണ്ടിയാണ്, ഈ നമുക്ക് വേണ്ടിയാണ്. അത് നല്ലൊരു ഉറപ്പ്. അതാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞതാണ്. നമുക്ക് അനേക കാര്യങ്ങൾ വിശ്വസിക്കാം. നമ്മൾ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു വന്നിട്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവൻ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വേണ്ടിയാണ്. പറയുന്ന ആളെ, വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം യേശു ചെയ്തതെന്നുള്ളൊരു ഉറപ്പ്.
അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ജനറലായിട്ട് നമുക്ക് വേണേൽ പറയാല്ലേ, ചരിത്രം പറയുന്ന പോലെ വിശ്വാസ പ്രമാണം ചൊല്ലാം. പക്ഷേ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, നാം ആരോട് അവർക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ച് അവനത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ അനുഗ്രഹം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ സ്നേഹം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സമാധാനമില്ലെങ്കിൽ, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന സമാധാനമാണ്. ഈശോ ഇന്ന് സുവിശേഷത്തിലെ ഇന്നത്തെ ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയിൽ ഓർപ്പിക്കുന്ന യോഹന്നാൻ 14-ാമത്തെ അധ്യായം തന്നെയാണ് 27-ൽ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈശോ ഒരു വാക്കുകൊണ്ട്, നമ്മളിങ്ങനെ പറയാറില്ലല്ലേ, പീസ് ബി വിത്ത് യു, പള്ളിയിൽ പീസ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന ആൾക്കാരോട് പറയാറുണ്ട്. അങ്ങനെ പറയുകയല്ല ചെയ്തത് ഈശോ. ഈശോ നമ്മുടെ ഉള്ളിലെ സമാധാനക്കേട് മുഴുവനും തൻ്റെ മേലെ ഏറ്റെടുത്തു. കാൽവരി കുരിശിൽ അല്ല ഗത്സമേൻ തോട്ടം മുതൽ അവൻ്റെ വേദനകളും ദുഃഖങ്ങളും രക്തം വിയർക്കുന്നതും എല്ലാം നമ്മുടെ അസമാധാനം, നമ്മുടെ സമാധാനക്കേട് യേശുവിന് മേൽ ഏറ്റെടുത്തതിൻ്റെ വെളിപ്പെടുത്തലാണ്. അവനെ പീഡ സഹിച്ചതും കുരിശെടുത്തതും തലയിൽ മുൾമുടി അണിഞ്ഞതും കുരിശിൽ നഗ്നനാക്കി കടത്ത് അവനെ തൂക്കിയിട്ടുകൊണ്ട് അവനെ പീഡിപ്പിച്ചതും അവനെ നിന്ദിച്ചതും ഒക്കെയും നമ്മുടെ ഉള്ളിൽ സാത്താൻ കൊണ്ടിട്ടിരുന്ന എല്ലാ അസമാധാനം അവൻ ഏറ്റെടുത്തപ്പോഴാണ്. നമ്മളുടെ അസമാധാനം അവൻ ഏറ്റെടുത്തപ്പോൾ അവൻ അങ്ങനെ ആയിത്തീർന്നു. അവനെ കണ്ടവർ അമ്പരന്നു പോയി. അത് വീണ്ടും ഞാൻ പറയുകയാണ്, അത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ക്രൂശിത രൂപത്തെ കാണുമ്പോൾ ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ഹ്യൂസ്റ്റണിൽ നിന്നും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പുഷ്പ ബൈജ നമ്മളെ ഓർപ്പിച്ചില്ല, നെറ്റിയിൽ കുരിശ് വരച്ചപ്പോൾ പറഞ്ഞില്ല, കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തം നമുക്ക് വേണ്ടി, നമ്മുടെ നെറ്റിയിലല്ല, നമ്മുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കും എന്ന് പറഞ്ഞാൽ കുരിശ് നമുക്ക് വേണ്ടിയാണ്, നമ്മൾ സ്വന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ പൊതുവായി കുരിശ് ഉണ്ടല്ലേ, യേശു എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷെ നമ്മളത് സ്വന്തമാക്കി, വിശ്വാസത്താൽ സ്വന്തമാക്കി, അവൻ്റെ കുരിശിൻ്റെ യോഗ്യത, കുരിശിലൂടെ അവൻ നേടിയ ആ കൃപ നമ്മൾ സ്വന്തമായി അത് വിശ്വസിച്ച് ഏറ്റു പറയാണ്. അതെ, അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനാണ്. നമ്മുടെ നെറ്റിയിലും നെഞ്ചിലും ഒക്കെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവെന്നൊക്കെ വെക്കുമ്പോൾ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത്. എന്നാൽ പാപത്തിന് ഇന്നും കുരിശിൽ കിടക്കണമെന്നല്ല, പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ കുരിശിലാണ് അവനോട് ആണ്. പാപത്തിന് മരിച്ചവർ എന്ന് നമ്മളെ പറയാറില്ല പലപ്പോഴും. പാപത്തിന് മരിച്ചവർ എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് പാപം ചെയ്യാൻ പറ്റില്ലല്ലോ. മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ നമ്മൾ പാപത്തിന് മരിച്ചവരായി നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണമെന്നാണ്. നമ്മുടെ ഉള്ളിൽ പാപത്തെ മരിപ്പിക്കണമെന്നാണ്. അല്ലെ, നമ്മുടെ ഉള്ളിലെ തിന്മയുടെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിച്ച് അടക്കണം. അത് പെട്ടിക്കകത്ത് കിടക്കുന്നത് പോലെ യേശുവിനെ കല്ലറയിട്ടപ്പോൾ നമ്മളുടെ ജഡിക മനുഷ്യനെ യേശു കല്ലറയിലേക്ക് കൊണ്ടുപോയി. അവൻ നമ്മുടെ ജഡിക മനുഷ്യനെ യേശു കുരിശിൽ കൊന്നു. നമ്മളുടെ ജഡിക മനുഷ്യനെ യേശു തന്നോടുകൂടി അടക്കി. നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാൻ നമ്മളെ ജഡിക മനുഷ്യനെ യേശു നരകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോയി. നമ്മൾ അവിടെ കിടക്കേണ്ടവരായിരുന്നു. യേശു അവിടെ കിടക്കാതെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വെളിപാട് 1 പറയുന്നു, ഇപ്പോൾ നരകം യേശുവിൻ്റെ കൈക്കലാക്കി. സാത്താൻ പണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തിന് മുമ്പ് സാത്താൻ്റെ കയ്യിലായിരുന്നു നരകം. മരിച്ചു പോകുന്ന ആത്മാക്കളെ ഒക്കെയും പാതാള അവസ്ഥയിൽ, നരകത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരുന്നത് സാത്താനായിരുന്നു. എന്നാൽ യേശു അവിടേക്ക് ഇറങ്ങി അത് അടച്ചു പൂട്ടിയിട്ട് വെളിപാട് 1 പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്ന ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. യേശുവിൻ്റെ കയ്യിലാണ്. ഞാൻ പറയുന്നത് പത്രോസിന് കൊടുത്ത് സഭയിലുണ്ട്. നരകത്തിൽ പോകാതിരിക്കുവാൻ, നമ്മുടെ നിത്യതയിലേക്ക്, അല്ലെ നമ്മുടെ മരണം, നിത്യമരണം, നമ്മൾ എന്നും നരകത്തിൻ്റെ ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റാത്ത നിത്യമരണത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് ഇന്ന് പത്രോസിന് യേശു കൈക്കലാക്കിയ താക്കോല്, അത് ഇതാ സ്വർഗത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നുവെന്ന് ഈശോ പത്രോസിനോട് പറഞ്ഞതാണ്. യേശു എന്തെല്ലാം താക്കോൽ, അങ്ങനല്ലേ, വീടിന്റെ അധികാരം
ഇല്ല, നമ്മളെ താക്കോല് വേറൊരാളെ വീട് വിൽക്കുമ്പോൾ നമ്മുടെ ഒരു പ്രോസസ്സാണ് അതല്ലേ. നമ്മൾ വീടിൻ്റെ ക്ലോസിങ് കഴിയുമ്പോൾ നമ്മുടെ വക്കീൽ നമ്മുടെ താക്കോൽ അവർക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ മേലുണ്ടായിരുന്ന യേശുവിനുണ്ടായിരുന്ന അധികാരം ഇന്ന് സഭയിലുണ്ട്. നമ്മളത് അറിയണം. സഭയിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയിലൂടെ, കുദാശകളിലൂടെ, സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ, തീർച്ചയായിട്ടും മാർപ്പാപ്പായിലൂടെ, കർദിനാൾമാരുടെ, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, അൽമായരിലൂടെ ഒക്കെ ഓരോ കാര്യങ്ങൾ എന്താണോ ഓരോ കാര്യങ്ങൾ അത് കർത്താവിൻ്റെ സഭയുടെ പ്രവർത്തികളൊന്ന് ചെയ്യണം. അപ്പോൾ യേശു പറയാണ് എൻ്റെ സമാധാനം, അതായത് യേശു പറയാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സമാധാനം, പരിശുദ്ധാത്മാവാണത്. യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സമാധാനം പരിശുദ്ധ ദൈവ സാന്നിധ്യമായിരുന്നല്ലോ. എൻ്റെ സമാധാനം, അതാണ് യേശു നമുക്ക് മാമോദീസായിലൂടെ ആദ്യമായി നൽകിയത്. യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്. നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന നമ്മുടെ എല്ലാ ചിന്തകളും വരുമ്പോഴും അതിനപ്പുറം നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മ ശക്തി. ഒന്നിലേക്ക് പറഞ്ഞ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ശക്തിപ്പെടുത്തും. എന്തെല്ലാം പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ മടുത്തു പോകുകയില്ല. കാരണം നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവശക്തിയായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് ചേർന്നു ആണ് ഈശോ എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അതായത് ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടിട്ട് പോകുകയില്ല. ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ആയിരുന്നു, നിങ്ങൾ ഇനി ഇവിടെ അയക്കും, ഞാനങ്ങ് അങ്ങനെയല്ല പോയത്. ഈശോ പോയിട്ട് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. ഇടയ്ക്ക് പറഞ്ഞില്ലേ, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്നെ കാണും. അത് പരിശുദ്ധാത്മാവ് യേശു കുരിശിൽ മരിച്ച് അടക്കി നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. മരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് അല്ലെ, പന്തക്കോസ്താ നാൾ യേശുവിൻ്റെ പെസഹ മുതൽ പന്തക്കോസ്താ വരെയുള്ള ഒരു സമയത്തെക്കുറിച്ച് നമ്മളതിലൂടെ കടന്നു പോവാണ്. ഇപ്പോൾ സഭ ജൂൺ മാസത്തിൽ നമുക്ക് പെന്തക്കോസ്താ ആണല്ലോ അല്ലേ. അപ്പൊ അത് മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സമാധാനം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാണ്. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമുക്കിന്ന് സഭയിലൂടെ കുദാശകൾ നമ്മുടെ കുറവൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ സംസാരിച്ച് സമാധാന അനുരഞ്ജനം അല്ലേ, നമ്മൾ സഭയുമായി ക്രിസ്തുവുമായി മറ്റുള്ളവരുമായി അനുരഞ്ജനപ്പെടുമ്പോഴാണ് സമാധാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വീണ്ടും വന്ന് വസിക്കുകയാണ്. അപ്പം നമ്മൾ സഭയിലായിരിക്കുന്നത് നമ്മുടെ ആത്മീയ ഹോസ്പിറ്റൽ എന്ന് വേണേൽ പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് എന്തുവേണം വിളിക്കാം. ആത്മീയമായിട്ട് നമുക്ക് ജിം എന്നൊക്കെ വിളിക്കാം. ആത്മീയമായിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്ന ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നത് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ടിയാണ്. എന്ത് വേണമെന്ന് പറയാം. അപ്പോൾ അവിടെയാണ് ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ നമ്മുടെ ഉള്ളിൽ യേശു ദൈവകാരുണ്യമായി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് പള്ളിയിൽ നിന്നും സക്രാരിയിൽ നിന്നും എടുത്ത് അല്ലെ ബലിവേദിയിൽ നമുക്ക് മുറിച്ചു തരുന്ന ആ കുദാശിയായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ സൗഖ്യം പ്രാപിക്കുകയാണ്. നമ്മളത് അറിയണം പ്രിയമുള്ളവരെ. ഇത് നടക്കുന്ന കാര്യമാണ്. നമ്മളതൊക്കെ ചുമ്മാ എന്തോ ഇങ്ങനെ അങ്ങനെയല്ല. എൻ്റെ സമാധാനം ഈശോ എന്താ പറഞ്ഞറിയാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സമാധാനം, ഞാൻ ക്രൂശിതനാകുമ്പോഴും ഞാൻ എന്തെല്ലാം പീഡ സഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്നെ ശക്തിപ്പെടുത്തിയ ആ സമാധാനം, ആ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അത് പെന്തക്കോസ്താ നാളിൽ സഭയിലേക്ക് വന്ന് നിറഞ്ഞു. ഇന്ന് നമ്മൾ മാമോദീസായിലൂടെ നമുക്കത് കിട്ടി. ഇനി നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം, നിരന്തരം പരിശോധിക്കണം. ഇതാണ് ആത്മശോധന എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ അതിനുവേണ്ടിയാണ് ആണ്ടിലൊരിക്കലെങ്കിലും അല്ലെ ഇടവക ധ്യാനങ്ങൾ, ആണ്ടിലൊരിക്കലൊക്കെ. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ധ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്താ അത്, പാപം ലോകത്തിലെപ്പോഴും പാപം ചെയ്യാനുള്ള സാധ്യതയില്ല. സാത്താൻ ഇങ്ങനെ കൊണ്ട് നമ്മുടെ നാട്ടിലെ റോഡിലുള്ള പെട്ടിക്കട പോലെയാണെന്ന്. സാത്താൻ ഇന്ന് എവിടെ ഇന്റർനെറ്റില്, മാധ്യമങ്ങളില്, ടെലിവിഷനില് എന്തെല്ലാമാണോ നമുക്ക് മീഡിയയിൽ, അവിടെ എല്ലാം സാത്താന്റെ കൊച്ചു 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 കാര്യങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനായ സാത്താന്റെ പെട്ടിക്കടകളെന്ന് ഞാൻ പറയും. നമ്മൾ ചുമ്മാ നടക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളല്ലേ പോകുന്നത്. പെരുന്നാളിന് പള്ളി വിരുദ്ധ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ എന്ന് പറഞ്ഞ പോലെ സാത്താൻ ഇന്ന് ലോകത്തിൽ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ, എൻ്റെ ദൈവമേ ഞാൻ എങ്ങോട്ടായി പോകുന്നത്, പരിശുദ്ധാത്മാവിന് എനിക്ക് ആവശ്യമാണ്. എനിക്ക് ഈ ലോകത്തിൽ തിന്മയോട് ജയിക്കാൻ, നിത്യതയിൽ എത്താൻ, എൻ്റെ ജീവിത യാത്രയിൽ മുമ്പോട്ട് പോകാൻ, എൻ്റെ മക്കളെ അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിന് എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഉള്ളിലുള്ളതാണ് എൻ്റെ മക്കൾക്ക് അബ്രാഹം ഇസ്ഹാക്കിലേക്ക് കൊടുത്തതുപോലെ
ഇസ്ഹാക്ക് യാക്കോബിലേക്ക് കൊടുത്തതുപോലെ തലമുറകൾ തോറും നമ്മൾ വിശ്വാസ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞതാണ് അല്ലേ. ഈ നാളുകളിലൊക്കെ നമുക്കത് ഈ കരിസ്മാറ്റിക് നവീകരണം ഒക്കെ വന്നു കാരണം കുറെ കൂടി മനസ്സിലായി പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, അപ്പോൾ യേശു നമുക്ക് നൽകിയത് പരിശുദ്ധാത്മാവിനാണ്. യേശു പറയാണ്, യേശുവിനെ ഇഞ്ച് പോലെ തല്ലിച്ചതയ്ക്കാനായിട്ട് ഇതാ യേശു ലോകത്തിന്റെ അധികാരിയുടെ കയ്യിലേക്ക്, നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാനിരുന്ന ആ സാത്താന്റെ കയ്യിലേക്ക് യേശു തന്നെ കൊടുക്കാൻ പോവുകയാണ്. ആണ് യേശു പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, നിങ്ങളത് അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. അപ്പോൾ ഈശോ നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുവിനെ നമ്മൾ കാണുന്ന ഒരു ബലഹീനനായിട്ടാണ്. അനേകർക്ക് യുദാസിനൊക്കെ അതിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇവനെപ്പോഴും ഇങ്ങനെ ക്ഷമിച്ചും ഒന്നും ആർക്കും തിരിച്ചൊന്നും അടിക്കൊന്നും വേണ്ട. ഇടത്ത് വശം അടിച്ച ഇടത്തേക്കാരൻ വലത്തേക്കാരൻ കാണിച്ചു കൊടുക്കുക, നിന്റെ ഉടുപ്പെടുക്കാനോ മേലും കൂടി കൊടുത്തേക്കെന്നൊക്കെ പറയുമ്പോൾ യേശുവിനെ ഒരു ബലഹീനമാണ്. പക്ഷെ അത് ദൈവിക ശക്തിയുടെ, ലോകത്തിന് അവൻ മരിച്ചവനാണ്. ലോകത്തിന്റെ കാര്യത്തിന്, അതാണ് യേശു അതൊക്കെ പറഞ്ഞത്. ലോകത്തിന്റെ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. അതിനാണ് നിങ്ങളുടെ ഈ അല്ലേ യേശയ്യ പറഞ്ഞാൽ, എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തടിച്ചാലും എനിക്ക് വേദനയില്ല, കല്ലിനിട്ട് നിങ്ങൾ അടിച്ച പോലെയുള്ളൂ എന്നുള്ളൊരു ആലങ്കാരികമായിട്ട്, നിങ്ങൾ എത്ര അടിച്ചാലും എനിക്ക് വേദന, അടിച്ചു എനിക്കൊരു വേദനയില്ല. വേദന ഇല്ലാഞ്ഞിട്ടില്ല, വേദന ഉണ്ടെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല എന്നാണ്. എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി. നിങ്ങളൊരെയും അപ്പോൾ യേശു ഇന്ന് പറയാണ്, നിങ്ങൾ എൻ്റെ പിതാവ് എന്നേക്കാൾ എന്ന് പറയുമ്പോൾ ദൈവിക ശക്തി മുഴുവനും പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന സംഗീതം 110 കർത്താവിനോട് അരുളിച്ചെയ്തു, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഭൂഷണായിരിക്കും. ഈ ഭൂമിയിൽ ബലഹീനനായി ഒന്നുമില്ലാത്തവനായി ആരും കണ്ട് കാർക്കിച്ച് തുപ്പിയ വലിച്ചടിച്ചുകൊണ്ട് പോയ അവന് മഹാ അധികാരത്തോടെ ദൈവിക ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ സാത്താനെ ജയിക്കാൻ വേണ്ടി അവൻ എളിമയോടെ, അവന് ഫിലിപ്പിയിൽ പൗലോസ് പറഞ്ഞതുപോലെ ദൈവമായിരുന്നെങ്കിലും കാര്യമായി പരിഗണിക്കാതെ അവനെ ക്രൂശിതനായി, ഏറ്റവും നിന്ദിക്കപ്പെട്ടവനായി, അപമാനിതനായി ക്രൂശ് ഭൂമിയിൽ ജീവിച്ചെങ്കിലും അവൻ ഇന്ന് പിതാവിന്റെ സകല അധികാരത്തോടു കൂടി വാഴുന്നവനാണ്. അവനാണ് വിധിയാളനായി വരാൻ പോകുന്നത്. അവനാണ് സാത്താന്റെ തലയിൽ ചവിട്ടി നിന്നത്. എല്ലാ അധികാരവും ദൈവിക അധികാരവും ഉൾക്കൊള്ളുന്നവനാണ്. കുരിശിൽ മരിച്ച് വിജയം വരിച്ചവൻ ഈ ഭൂമിയിൽ ഏറ്റവും എളിമയോടെ ജീവിച്ചു. കാരണം സാത്താന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സാത്താന് ക്ഷമിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റില്ല. ഈ 3 ആയുധങ്ങളാണല്ലേ, കരുണയും എളിമയും സ്നേഹവും ക്ഷമയും. ഇത് സാത്താന്റെ കയ്യിൽ ഇല്ലാത്ത ആയുധങ്ങളാണ്. യേശുവിനെ കുരിശിൽ അങ്ങനെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം, അവൻ ഉപയോഗിച്ച ആയുധങ്ങളാണ്. സാത്താന്റെ കയ്യില്ലാത്ത ആയുധങ്ങൾ ക്ഷമയും സ്നേഹവും സഹനവും. നമ്മളിന്ന് എപ്പോഴും ചിന്തിക്കുന്നതാണല്ലോ ക്ഷമിക്കാനും സ്നേഹിക്കാനൊക്കെ. അപ്പൊ നമ്മളെ ഇന്ന് പ്രശ്നങ്ങൾ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്ന സാത്താനെ ജയിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ആയുധം ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈശോ കുരിശിൽ ഉപയോഗിച്ച ആയുധങ്ങൾ. സാത്താന് അതിനെതിരെ പിടിച്ചിരിക്കാൻ ഒന്നുമില്ലായിരുന്നു അല്ലേ. അവൻ്റെ ദേഹം പൊള്ളാൻ തുടങ്ങി, അവൻ അവിടെ നിൽക്കാൻ പറ്റാതായി. യേശു നരകത്തിലേക്ക്, അവൻ്റെ ആ താവളത്തിലേക്ക് ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തു കൊണ്ടുവന്നു. സങ്കീർത്തനം 68 പറഞ്ഞ പോലെ അവന് ആരോഹണം ചെയ്യപ്പോൾ അസംഖ്യം എണ്ണമില്ലാത്ത രീതിയിൽ അന്ന് വരെ അവിടെ സാത്താൻ കെട്ടിയിട്ടിരുന്ന എല്ലാ തടവുകാരെയും അവൻ മോചിപ്പിച്ചു കൊണ്ടുപോയി. യേശു മരിച്ചുയർത്തപ്പോൾ അവിടെ പാറകൾ, കല്ലറയിൽ യേശു കുരിശിൽ മരിച്ചപ്പോൾ പാതാളത്തിലേക്ക് ഇറങ്ങിയ സമയമാണ്. അവിടെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, അനേക പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, അനേകം മരിച്ചവർ, അനേകർ പട്ടണത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് ആരോഹണം ചെയ്ത യേശു അവരെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നൊരു മേഖല നമ്മളത് അറിയണം. എല്ലാ അധികാരവുമുള്ളവർ അവൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഈശോ പറയാണ്, എൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. എങ്കിലും അവന് എൻ്റെ മേല് അധികാരമില്ല.
അതായത് നിങ്ങളുടെ മേൽ അധികാരമുള്ള, നിങ്ങളെ ഭരിക്കുന്ന, മനുഷ്യവർഗത്തെ കീഴ്പ്പെടുത്തി ഭരിക്കുന്ന അധികാരി വരുന്നു. അവനുമായി യുദ്ധം ചെയ്യാൻ ഞാൻ പോവുകയാണ്. പക്ഷെ അവന് എൻ്റെ മേൽ യാതൊരു അധികാരമില്ല, ഞാൻ അവന് ഉപരിയാണ്. നമ്മളെപ്പോഴും പറഞ്ഞു യേശു കാൽവരിയിൽ സാത്താനെ തോൽപ്പിച്ചു എന്ന് പറയുന്നു. മനുഷ്യരായ നമ്മുടെ മേലെ അധികാരം, അവനാണ് യേശു അധികാരി എന്ന് പറഞ്ഞു. മരണാധികാരിയായിരുന്ന നമ്മൾ പറയില്ല സാത്താനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചെന്നുള്ള പാടി നമ്മൾ അറിയണം. നിങ്ങളുടെ മേൽ അധികാരമുള്ള ആ അധികാരിയുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ ഈ ശരീരം വിട്ടുകൊടുക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ എന്തുമാത്രം പീഡിപ്പിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ച് 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 സഹിച്ച് 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 പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞാൻ പരാജയപ്പെടുകയില്ല. ഞാൻ മരിക്കുന്നത് വരെയും ഞാൻ അവനോട് പോരാടും എൻ്റെ ആയുധങ്ങൾ കൊണ്ട്. അവസാനം ഞാൻ ഈ ശരീരം ഇല്ലാതായി കുരിശിൽ മരിക്കുമ്പോഴും ഞാൻ പരാജയപ്പെടില്ല. അവൻ തോറ്റു. അവനിനി വരെ ആയുധങ്ങളൊന്നുമില്ല. എൻ്റെ ദൈവികത ഇല്ല, ദൈവം സ്നേഹമാണ്. യേശുവിൻ്റെ ദൈവികത എടുത്തു മാറ്റാൻ പറ്റാതെ സാത്താൻ പരാജയപ്പെട്ടു. പ്രിയമുള്ളവരെ, ഞാൻ ഈശോ പറയാണ് അവന് എൻ്റെ മേലെ അധികാരമില്ല, സാത്താൻ യേശുവിന് അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. എൻ്റെ സകല അധികാരം ഞാൻ പിതാവിന് കീഴ്പ്പെടുന്നു. അല്ല അധികാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒന്നിച്ചു നിൽക്കുന്ന ആ ദൈവിക ശക്തിയിൽ അവന് ഭൂമിയിലേക്ക് ഒറ്റയ്ക്കായി മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നുകൾ ഞാൻ തിരിച്ചു പിതാവിന്റെ ആ ദൈവിക ശക്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭൂമിയിൽ തിരുസഭയിലെ ത്രിത്വിക ദൈവം എല്ലാ അധികാരവുമുള്ളവനാണ് നമ്മെ നയിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ആദിമ സഭയില് നമ്മളറിയാം, ഈ സിറിയ എന്ന രാജ്യത്താണ് ആദ്യമായി അവിടെ ഒരു അന്ത്യോക്യ ഉണ്ട്. 2 അന്ത്യോക്യ ഉണ്ട്. ഞാൻ ഈയിടെ അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. 2 അന്ത്യോക്യ ഉണ്ട്. ആദ്യമായി സിറിയ എന്ന അന്ത്യോക്യയിൽ അവിടെയാണ് ക്രിസ്ത്യാനികളെന്ന് ആദ്യമായി വിളിക്കപ്പെട്ടത്. ഇന്ന് ഈ ജെറുസലേമിൽ അപ്പോസ്തലപ്രവൃത്തി 14-13 വായിക്കുന്നുണ്ട് നമ്മൾ. ഭാംബീലി, അതായത് ടർക്കിയിലൊരു സിറിയ ഉണ്ട്. ടർക്കിയിൽ പിസീദിയ എന്ന് പറഞ്ഞ പണ്ട് ടർക്കിയാണ്, പണ്ട് പിസീദിയ, ഇപ്പോൾ ടർക്കിയാണ്. അപ്പോൾ ബർഗാസ് കടന്ന് പിസീദിയയിലെ അന്ത്യോക്യയിൽ വന്നെത്തി. അപ്പോസ്തലപ്രവൃത്തി 13-14 വായിക്കുന്നുണ്ട് വചനത്തിൽ. അപ്പോൾ അവിടെ ഈ ലിസ്ത്ര, അത് കഴിഞ്ഞിട്ട് അവിടെ പീഡിപ്പിക്കേണ്ടപ്പോൾ അവര് വേറൊരു സ്ഥലത്തേക്ക് പോയി. ലിസ്ത്രയിൽ ഇന്നലെ ചിന്തിച്ചാൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെയൊക്കെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ ഉഗ്രപീഡനം ഉണ്ടായപ്പോൾ അന്ത്യോക്യയിൽ നിന്ന് വന്ന യഹൂദർ ഇക്കോണിയത്തിലെത്തി. അവിടെ ആയിരുന്നപ്പോൾ അത് ഈ ഏറ്റവും ഒടുവിലായിരുന്ന ടർക്കിയില് അന്ത്യോക്യയിൽ നിന്നും അവിടുന്ന് കുറെ പേര് വന്നിട്ട് ഇവരെ പീഡിപ്പിച്ചു. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ കണ്ടത്, ഇന്നലെ വായിച്ചത്, അതും കൂടെ കൂട്ടി പറഞ്ഞു ഇന്നലെ. അതായത് ടർക്കിയിലെ അന്ത്യോക്യയിൽ നിന്ന് വന്ന യഹൂദരെല്ലാം കൂടെ ഈ അല്ലെങ്കിൽ ഈ ഇക്കോണിയത്തിലായിരുന്ന പൗലോസിനെ ബർണബാസിനെയും കൂടെ പീഡിപ്പിച്ചു. പൗലോസിനെ കല്ലെറിഞ്ഞ് പൗലോസ് മരിച്ചെന്ന് വിചാരിച്ച് അവിടെ അവരെ വഴി ഇട്ടിട്ട് പോയി. അപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി. അത് പറഞ്ഞ വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അനേകരിന്ന് ഈ പൗലോസ് കടന്നതുപോലെ വിശ്വാസം ഇല്ലാതെ തളർന്നു കിടക്കുന്നവരുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട അനേകരുണ്ട്. ഈ പൗലോസ് മരിച്ചെന്ന് കരുതി അവരെ യഹൂദർ ഇട്ടിട്ട് പോയപ്പോൾ ഈ പൗലോസിന്റെ കൂട്ടായ്മ സഭ ആ പൗലോസിനെ ഒന്നിച്ചുകൂടി ഇന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവിക ശക്തി ഇറങ്ങി വന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ആ കൂട്ടായ്മയിലെ പൗലോസ് എഴുന്നേറ്റ് വന്ന് ജീവൻ പ്രാപിച്ചു. അവിടെ നമുക്കറിയാം, വിശുദ്ധ അന്തോണി, സെയിന്റ് ആന്റണി ഇന്ത്യയിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ മരിച്ച അനേകരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ. നമ്മളത് വിശ്വസിക്കണം. അതായത് അപ്പോൾ നമ്മുടെ കൂട്ടായ്മകളൊക്കെ തിരുസഭ ഇടവക ഓടുമ്പോൾ ഇങ്ങനെ മരിച്ചെന്നല്ല, എത്ര പേരാണ് വിശ്വാസം പോയിട്ടുള്ളവരുണ്ട്, പള്ളിയിൽ പോകാത്തവരുണ്ട്. നമ്മൾ അവർക്കെല്ലാം വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആരെയും താഴ്ത്തിക്കെട്ടുമല്ല. സഭ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ആവശ്യം ഇങ്ങനെ പൗലോസിനെ ഉപദ്രവിച്ചപോലെ അനേകം പീഡിപ്പിക്കപ്പെട്ട്, സാത്താനാൽ പീഡിപ്പിക്കപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട് അനേക രീതിയിൽ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ഒന്ന് അറിയാനായിട്ട് നമ്മള് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്താണ് ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് ഈ ആരാധനാ സമൂഹത്തിന്മേൽ ഈ കുദാശ അല്ലെ, നമ്മൾ അപ്പവും വീഞ്ഞും അർപ്പിച്ചതോടൊപ്പം നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പത്തിലേക്ക്, വീഞ്ഞിലേക്ക്, അതോടൊപ്പം അവിടെ ആരാധന സമൂഹത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് നമ്മളെ ശക്തി പ്രാപിക്കുകയാണ്.
നമ്മൾ ഞായറാഴ്ച അല്ലെ എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വലിയ ശക്തിയോടെയാണ് പുറത്തേക്ക്. നമ്മളത് അറിയണം. എന്തിനാ ശക്തി? കരബലമല്ല, സൈന്യബലമല്ല, നമ്മുടെ ആത്മാവിന് ശക്തി. അവിടെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും നമ്മുടെ കൂടെ ഉള്ളവരോടൊക്കെ അവരുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ അംഗീകരിക്കാൻ. ചിലരോട് എത്ര പറഞ്ഞിട്ടും നേരെയാകത്തില്ല. മനസ്സിലാണ്, അവർ പറഞ്ഞാൽ മാറുന്നില്ല. അവരുടെ രീതി അങ്ങനെ ആയി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ആയിരിക്കുന്ന പോലെ, യേശു നമ്മളെ ആയിരിക്കുന്ന പോലെ ഉൾക്കൊണ്ടതുപോലെ, പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്തതുപോലെ നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള കാണാൻ അനേകർ. അവരെ നമ്മൾ ഉൾക്കൊള്ളണം. ഉള്ളിൽ നിന്നും ഒരിക്കലും മാറ്റരുത്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരെയും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റരുത്. ഇത് വലിയൊരു മേഖലയാണ്. പറയുന്നത് ഉൾക്കൊള്ളുക. നമ്മുടെ ഉള്ളിലാണ് ഈശോ വസിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ഈശോ വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയവരിലേക്ക് ഈശോയ്ക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മുടെ ഉള്ളിലുള്ള ഈശോയ്ക്ക് നമ്മൾ നിരന്തരം കൊടുക്കണം. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ അങ്ങയുടെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. അവർക്ക് അറിവില്ലല്ലോ അവരിപ്പോൾ എന്താ ചെയ്യുന്നത്. ഈശോ ആ ഒരു മേഖല നമ്മുടെ അതാണ്. ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. അവിടെ അവര് എന്നിട്ട് എന്താ ചെയ്തത്? അവിടെ അവിടുന്ന് അവർ പോയിട്ട് പിന്നെ ഈ അന്ത്യോക്യയിലേക്ക് തിരിച്ചു വരികയാണ്. കപ്പൽ കയറി എന്നാ പറഞ്ഞപ്പോൾ അവിടെ ആദ്യമായി അവരെ ക്രിസ്ത്യാനെന്ന് വിളിക്കും. എനിക്ക് തോന്നുന്നത് സിറിയയിലെ അന്ത്യോക്യ, സംശയമുണ്ട്, അവിടെ ശരിക്കും ക്ലിയർ അല്ല. അപ്പൊ ആ അന്ത്യോക്യയിലേക്ക് അവർ തിരിച്ചു വന്നു. സഭകൾ അവരെന്താ ചെയ്തത്? അവർ കൂട്ടായ്മകൾ ഉണ്ടാക്കി. ഇതുപോലെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളെ ഉരുവാക്കി. എന്താ പറഞ്ഞത്? അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ചെന്ന് പറയുമ്പോൾ ഒരുമിച്ച് ക്ഷമിക്കാനും പൊറുക്കാനും കരുണയുള്ളവരും ആയിട്ടുള്ള വ്യക്തികളെ സമൂഹത്തിന് നേതാക്കന്മാരായിട്ട് നിയമിച്ചിട്ട് പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള പ്രേരണ കൊടുക്കാനായിട്ട് ഇല്ലേ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരെ നിയമിച്ചു. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. എല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. എല്ലാം യേശുവിൽ നിന്നാണ്. പിന്നീട് അവർ പിസീദിയയിലൂടെ, അതായത് ടർക്കിയിലൂടെ കടന്ന് ബാംബീലിയയിലെത്തി. പെർഗാസിൽ വചനം പ്രസംഗിച്ച ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിൽ, അത് മിക്കവാറും സിറിയയിലേക്കുള്ള അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ പരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ച്. ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ എന്നായിരിക്കും അവർ പറഞ്ഞത്. അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി. അതെ, ആ അന്ത്യോക്യയിലെ സഭയായിരിക്കാം, അതായത് സിറിയയിലുള്ള അന്ത്യോക്യ ആദ്യമുണ്ടായ ആ സമൂഹത്തെ സഭയെ വിളിച്ചുകൂട്ടിയും തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു. പിന്നീട് കുറെ കാലത്തേക്ക് അവർ ശിഷ്യരോടുകൂടെ അവർ വസിച്ചു. ഇതാവശ്യമാണ് നമുക്കും, അല്ലേ? നമ്മുടെ ബിഷപ്പുമാര്, പിതാക്കന്മാര് സിനഡ് കൂടുന്നുണ്ട്. നമുക്ക് ഈ നാളിൽ, ഈ ആഴ്ചയിൽ നമുക്ക് സിർ മലബാർ സഭയുടെ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് നടക്കുകയാണ്. ന്യൂജേഴ്സിയിലെ സോമർസെറ്റിലുള്ള സെന്റ് തോമസ് സിർ മലബാർ ഇടവകയിൽ നടക്കുകയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുന്നതാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു കോൺഗ്രസ്, എന്താ പറയുക, യൂക്കറിസ്റ്റിക് കോൺഗ്രസ് നടക്കുകയാണ്. സിർ മലബാർ സഭ നടത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞത്, ഇങ്ങനെ ഇവര് ഒരുമിച്ച് കൂടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആത്മാവ് ശക്തി പ്രാപിക്കാൻ. ദീപകാരുണ്യ ഈശോയെ നമ്മളെ നയിക്കുകയാണ്. നമുക്ക് അവന് ചുറ്റും ഒരുമിച്ച് കൂടാം. പരിശുദ്ധ പരമാ ദീപകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.